EJU. നമസ്കാരം. EJU ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC CSIR നെറ്റ് എക്സാമിലേക്ക് നമ്മളെല്ലാവരും കടന്നല്ലോ. അതിനെപ്പറ്റി കൂടുതൽ അറിയാനും പറയുവാനും വേണ്ടി നമ്മളോടൊപ്പം ഡയറക്ടറേറ്റ് ഓഫ് റിസർച്ചിൻ്റെ ഡയറക്ടറും കെമിസ്ട്രി വിഭാഗത്തിലെ അധ്യാപകനുമായ പ്രൊഫസർ രാജീവ് എസ് മേനോൻ ചേരുന്നു. വെൽക്കം ടു EDCU. അപ്പോൾ സർ, ഈ ഡിസംബർ സൈക്കിൾ UGC നെറ്റും അതേപോലെ തന്നെ CSIR നെറ്റോടൊക്കെ നമ്മൾ അടുക്കുകയാണ്. അപ്പോൾ ഈ CSIR നെറ്റിൻ്റെ കാര്യത്തിൽ കുട്ടികൾ എന്തൊക്കെയാണ് ജനറൽ പേപ്പറിൽ ശ്രദ്ധിക്കേണ്ടത്? നമസ്കാരം. UGC നെറ്റ് എക്സാമും CSIR നെറ്റ് എക്സാമും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷകളാണ്. UGC ഭാഷ മാനവിക വിഷയങ്ങൾക്ക് വേണ്ടിയും CSIR ശാസ്ത്ര വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരീക്ഷകൾ നടത്തുന്നത്. രണ്ടിനും രണ്ട് ഭാഗങ്ങളുണ്ട്. UGCയുടെ എക്സാമിൻ്റെ ആദ്യ ഭാഗം പാർട്ട് എ എന്നത് ഒരു ജനറൽ പേപ്പറാണ്. അതിൽ പ്രധാനമായും വരുന്നത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ, പൊതുവിജ്ഞാനം, ലോജിക്കൽ റീസണിങ്, അങ്ങനെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഈ പാർട്ട് എയിൽ വരുന്നത്. അതിൻ്റെ സിലബസ് UGC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു സാമാന്യമായ വായനയും ഒരു പൊതുവിജ്ഞാന പരിചയവും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു അവബോധമുള്ള ഒരാൾക്ക് വലിയ തയ്യാറെടുപ്പില്ലാതെ അതിൻ്റെ കുറേ ഭാഗങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഇതല്പം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയകളാണ്. അത് ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പഠന വിഭാഗത്തിൽ വരുന്ന ഒരു ചെറിയ അതിൻ്റെ ഒരു സബ്സെക്ഷൻ എന്ന് വിളിക്കാവുന്ന ഒരു ഭാഗമാണത്. അതിന് കുറച്ച് വായന തന്നെ വേണ്ടി വരും. അതിൻ്റെയും സിലബസ് UGCയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. അതിന് വേണ്ട മെറ്റീരിയലും ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ സംബന്ധിച്ച ബുക്കുകൾ, ടെക്സ്റ്റ് ബുക്കുകൾ ലൈബ്രറിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഈസിയായി ലഭിക്കുന്നതാണ്. ഒരു വലിയ ഗഹനമായ അറിവൊന്നും അതിലാവശ്യമില്ല. അതിലുള്ള സാങ്കേതിക പദങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ, റിസർച്ചിൻ്റെ വിവിധ തലങ്ങളും വിവിധമായ ക്ലാസിഫിക്കേഷൻസ്, ഏത് തരം ഗവേഷണങ്ങളാണുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു അവബോധം മാത്രം മതി ഈ നെറ്റ് എക്സാമിനുള്ള തയ്യാറെടുപ്പിന്. CSIR എക്സാമിലേക്ക് വരുമ്പോൾ CSIRൻ്റെ പാർട്ട് എ, CSIRനും രണ്ട് പാർട്ടുണ്ട്. ശരിക്കും CSIR എക്സാമിന് 3 ഭാഗങ്ങളുണ്ട്: പാർട്ട് എ, പാർട്ട് ബി ആൻഡ് പാർട്ട് സി. പാർട്ട് എ പൊതുവായിട്ടുള്ളതാണ്, എല്ലാവർക്കും ഒരേ പേപ്പറാണ്. അതിൽ വരുന്നത് പ്രധാനമായും ലോജിക്കൽ റീസണിങ്, പൊതുവിജ്ഞാനം, മാത്തമാറ്റിക്കൽ എബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും CSIR എക്സാമിൽ വരുന്നത്. പൊതുവിജ്ഞാനം എന്ന് പറയുമ്പോൾ സയൻസുമായി ബന്ധപ്പെട്ട ആനുകാലികമായി ശാസ്ത്ര വിഷയങ്ങളിൽ അടുത്ത കാലത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കുറച്ച് ഫോക്കസ് കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് കണ്ടിട്ടുള്ളത്. അതിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനും ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനും പ്രാധാന്യം കുറവായിട്ടാണ് CSIR എക്സാമിൽ സാധാരണ കണ്ടുവരുന്നത്. കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ എബിലിറ്റി മുതലായ കാര്യങ്ങൾക്കാണ്. ശരിക്കും വളരെയധികം തയ്യാറെടുക്കാതെ തന്നെ ഒരു സാമാന്യമായ വായനയും അത്യാവശ്യം പൊതുവിജ്ഞാനത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് എഴുതാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ പൊതുവായിട്ടുള്ള പാർട്ട് എ പേപ്പറുകളിൽ സാധാരണ വരാറ്. തയ്യാറെടുപ്പിൻ്റെ കൂടുതൽ സമയം അവനവൻ്റെ വിഷയങ്ങൾക്ക് ചിലവാക്കുന്നതാണ് എപ്പോഴും ഈ പരീക്ഷകൾ ക്വാളിഫൈ ചെയ്യാൻ നന്നാവുക എന്നാണ് ഈ പാർട്ട് എ പേപ്പർ മൊത്തത്തിൽ നോക്കുമ്പോൾ തോന്നുന്നത്. അതാണ് ഈ പാർട്ട് എ പേപ്പർ രണ്ടിൻ്റെയും, UGCയുടെയും CSIRൻ്റെയും പാർട്ട് എ പേപ്പറുകളെ കുറിച്ച് പൊതുവായി പറയാനുള്ളത്. അതേപോലെ തന്നെ സാർ, ഇപ്പം ഡിഗ്രി വരെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എക്സാമുകളാണ് പലപ്പോഴും എല്ലാവരും എഴുതാറുള്ളത്. അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പിലാവുന്ന സമയത്ത് ഡിസ്ക്രിപ്റ്റീവിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യുന്നൊരു കുട്ടിക്ക് പലപ്പോഴും ഒബ്ജക്റ്റീവിൽ വരുന്ന സമയത്ത് മാർക്ക് കുറവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടിന് എങ്ങനെയാണ് നമുക്ക് തരണം ചെയ്യാനാവുക? ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകളായിരുന്നു പണ്ട് UGCയും CSIRും നടത്തിയിരുന്നത്. പക്ഷേ പരാതികളുടെ ഒരു ബാഹുല്യം കാരണം ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള സബ്ജക്റ്റീവായിട്ടുള്ള എക്സാമിന് സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. പരാതികളും കോടതി വ്യവഹാരങ്ങളും കാരണം
അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് സമ്പൂർണ്ണമായും ഒബ്ജക്റ്റീവ് എന്നുള്ളൊരു നയത്തിലേക്ക് UGCയും CSIRഉം ഇപ്പോൾ NTA-യും മാറിയത്. അതിന് അതിൻ്റേതായ ദോഷങ്ങളുമുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ വിശദമായ ഉത്തരം എഴുതേണ്ട സ്വഭാവമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. കൂടുതൽ അനലിറ്റിക്കലായി ഡിസ്ക്രിപ്റ്റീവായി എഴുതി ഫലിപ്പിക്കേണ്ട, അങ്ങനെ തന്നെ ചെയ്യേണ്ട പല വിഷയങ്ങളുമുണ്ട്. അതിലും ഒബ്ജക്റ്റീവായിട്ടുള്ള ചോദ്യങ്ങളെ ഈ പരീക്ഷയ്ക്കുണ്ടാവും. അതിനുള്ള ആ ബുദ്ധിമുട്ട് തരണം ചെയ്യാൻ പ്രധാനമായും വേണ്ടത് ഒബ്ജക്റ്റീവ് പരീക്ഷകൾ എഴുതി അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ എഴുതി ഒരു ശീലം കൈവരുത്തുക എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് പരീക്ഷകൾ ഇപ്പോൾ പണ്ടത്തെ പോലെ അത്ര റെയറല്ല. ഒരുവിധം വിദ്യാർത്ഥികളെല്ലാം +2 തലത്തിലോ 10ാം ക്ലാസ് കഴിയുമ്പോഴോ ഒക്കെ പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ് പരീക്ഷകൾ എഴുതിയിട്ടാണ് വരുന്നത്. ഇപ്പോൾ സ്കൂൾ തലത്തിൽ തന്നെ ഒബ്ജക്റ്റീവ് പരീക്ഷകൾ എഴുതുന്ന സ്കോളർഷിപ്പ് ടെസ്റ്റുകളോ കോമൺ ആയിട്ടുള്ള നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻസ് ഒക്കെ പോലെയുള്ള ഒബ്ജക്റ്റീവ് ടെസ്റ്റുകൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഒരു അപരിചിതത്വം അത്രയധികം ഒരു പ്രശ്നമാവാൻ സാധ്യതയില്ല. പക്ഷേ വ്യത്യസ്തമായ വിഷയങ്ങളുടെ പ്രത്യേകതകൾ മൂലം ഒബ്ജക്റ്റീവ് പരീക്ഷകൾ പോരാ എന്ന് തോന്നുന്ന വിദ്യാർത്ഥികളുണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. അതിൽ തെറ്റുമില്ല. പക്ഷേ ഈ സബ്ജക്റ്റിവിറ്റി ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടി ഒബ്ജക്റ്റീവ് പരീക്ഷകൾക്ക് വേണ്ടി പ്രത്യേകം പരിശീലനം ചെയ്ത് തയ്യാറെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒരേ ഒരു പോംവഴി. ഇതൊരു നെസസറി ഈവിൾ എന്നൊക്കെ തന്നെ പറയാവുന്നൊരു കാര്യമാണ്. അല്ലാതെ ആളുകളെ പരാതിയില്ലാതെ ഗ്രേഡ് ചെയ്യാൻ ഒരു സബ്ജക്റ്റീവ് എക്സാം ഒരിക്കലും പ്രായോഗികമല്ല എന്നാണ് CSIRൻ്റെയും UGCയുടെയും മുൻകാല അനുഭവം. ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ എത്രത്തോളം എഫേർട്ട് എടുക്കേണ്ടി വരും? അതിന് മെച്ചപ്പെട്ടൊരു സ്റ്റഡി പ്ലാൻ എങ്ങനെ തയ്യാറാക്കാൻ കഴിയും? നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള പ്രയത്നം ശരിക്കും നമ്മളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ പഠനവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധമുള്ളതാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ പഠനം ശരിയായ രീതിയിൽ ക്രമമായി കൺസിസ്റ്റൻ്റായി കൊണ്ടുപോകുന്നൊരു വിദ്യാർത്ഥിക്ക് ഒരുപാടൊന്നും നെറ്റ് എക്സാമിന് വേണ്ടി മാത്രം തയ്യാറെടുക്കേണ്ടി വരില്ല. അങ്ങനെയാണ് ഈ പരീക്ഷകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാർട്ട് A പേപ്പറിനെയല്ല ഞാൻ പറയുന്നത്, സബ്ജക്റ്റിൽ നിന്നുള്ള പാർട്ട് B പേപ്പറുകൾ. അത് മാനവിക വിഷയങ്ങളായിക്കോട്ടെ, ശാസ്ത്രം ആയിക്കോട്ടെ, ഭാഷ ആയിക്കോട്ടെ, അതിലെല്ലാം പ്രധാന ഭാഗം, ഈ പരീക്ഷകളുടെ പ്രധാന ഭാഗം ആ പേപ്പറാണ്. അതിൻ്റെ സിലബസും പോസ്റ്റ് ഗ്രാജുവേഷൻ സിലബസും ഏതാണ്ട് ഒന്നാണ്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ അതിൽ അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഡീപ്പായ ഒരു വായനയും റെഗുലറായിട്ടുള്ള പ്രയത്നവും കൊണ്ടുപോവുകയാണെങ്കിൽ നെറ്റ് എക്സാമിന് പിന്നെ അധികമായി ഒരുപാട് പ്രയത്നം വേണ്ടിവരാൻ സാധ്യതയില്ല. എന്നിരുന്നാലും ഇതൊരു ഒബ്ജക്റ്റീവ് പരീക്ഷ ആയതുകൊണ്ടും ചില വിഷയങ്ങളിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതി കുറവുള്ളതുകൊണ്ടും ചില മാനവിക വിഷയങ്ങൾ, ഭാഷാ വിഷയങ്ങളിലുള്ളവർ കുറച്ച് അധികം സമയമെടുത്ത് തയ്യാറെടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അതിന് പ്രധാനമായും ചെയ്യേണ്ടത് പഴയ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക, പഴയ വർഷങ്ങളിലെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കുക. ചോദ്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യത കുറവാണ്, എന്നാലും പഴയ ചോദ്യങ്ങൾ ഒരു ദിശാസൂചിക പോലെ നമുക്ക് എങ്ങനെയായിരിക്കണം തയ്യാറെടുക്കേണ്ടതിനെക്കുറിച്ചൊരു ധാരണ തരും. പ്രധാനമായും ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എങ്ങനെ പഠിക്കുന്നുവോ അതിലൊക്കെ ഒന്നുകൂടെ ആഴത്തിൽ സ്ഥിരമായി കൺസിസ്റ്റൻ്റായി പഠിച്ചുകൊണ്ടിരുന്നാൽ നെറ്റ് എക്സാം സുഗമമാവാനാണ് സാധ്യതയുള്ളത്. അതാണ് ഇതിന് പിന്തുടരാവുന്ന ഒരു നല്ല മാർഗം. ഇപ്പോൾ ഡിസംബറിൻ്റെ തുടക്കത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഒരു നടപ്പിലാക്കാവുന്നൊരു പദ്ധതിയല്ല ഞാനിപ്പോൾ പറഞ്ഞത്. കുറഞ്ഞ വർഷം ഇനി വരുന്ന വിദ്യാർത്ഥികളെങ്കിലും ഇത് തുടക്കം മുതൽ ആലോചിക്കുകയാണെങ്കിൽ പ്രത്യേകമായ എഫർട്ട് കുറച്ച് തന്നെ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സാർ, അതേപോലെ തന്നെ ഈ UGC നെറ്റ് എഴുതിയ ഒരാളെന്ന നിലയ്ക്ക് പേപ്പർ 1ഉം പേപ്പർ 2ഉം ഇതിൽ പലപ്പോഴും ഇപ്പം ലാംഗ്വേജ് സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് മലയാളം പഠിക്കുന്ന ഒരാൾക്ക് പേപ്പർ 1 പലപ്പോഴും ഒരു ബുദ്ധിമുട്ടായി വരാറുണ്ട്. ആ സമയം കുട്ടി കൂടുതലായിട്ട് അതിലേക്ക് ഫോക്കസ്ഡ് ആവുന്നുണ്ട്. പക്ഷേ അതേസമയം പേപ്പർ 2ലേക്ക് ഇപ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് പേപ്പർ 2ലേക്ക് നോക്കുമ്പോൾ മാർക്ക് പലപ്പോഴും പേപ്പർ 2ൽ കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുക? പേപ്പർ 2 തന്നെയാണ് പ്രധാനം. അതിനാണ് കൂടുതൽ മാർക്കുള്ളതും
അതിലെ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ അതിലെ അവഗാഹമാണ് യഥാർത്ഥത്തിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് കൂടുതൽ. അതുകൊണ്ട് പേപ്പർ 2, അതായത് നിങ്ങളുടെ വിഷയം, അതിനെ വേണ്ടത്ര പ്രാധാന്യത്തോടെ തന്നെ സമീപിക്കണം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായ, കണ്ടിന്യൂസ് ആയ, കൺസിസ്റ്റൻ്റായ ഒരു പ്രയത്നം അതിൻ്റെ പുറകിൽ എന്തായാലും വേണം. പേപ്പർ 1 ഞാൻ ഈ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വിജ്ഞാന ശാഖയുമായി ബന്ധപ്പെട്ട അല്ലാത്ത കാര്യങ്ങളെല്ലാം സ്വാഭാവികമായൊരു വായനയും ലോകപരിചയവുമുള്ള വിദ്യാർത്ഥികൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാവുന്ന ചോദ്യങ്ങളായിട്ടാണ് വരിക. അതുകൊണ്ട് പേപ്പർ 2-ലാണ് കൂടുതൽ സമയം ചെലവാക്കേണ്ടത്. എന്തെങ്കിലും കാരണവശാൽ പത്രവായനയോ അല്ലെങ്കിൽ പൊതുവിജ്ഞാനത്തിൽ അല്പം പുറകിലാണ് എന്ന് സ്വയം വിലയിരുത്തുന്ന കുട്ടികളാണെങ്കിൽ പേപ്പർ 1 അവർ കുറച്ചുകൂടെ ശ്രമിക്കേണ്ടി വരും. അതൊരു വ്യക്തിപരമായ വിലയിരുത്തലിന് ശേഷം കൂടുതൽ സമയം നീക്കി വയ്ക്കുക എന്നൊരു തീരുമാനം അവർ തന്നെ എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്വന്തം വിഷയം തന്നെയാണ്. അതിലാണ് കൂടുതൽ മാർക്കുള്ളതും അവിടെയാണ് ഈ റാങ്കിങ് എല്ലാം വരുമ്പോൾ കൂടുതൽ മുകളിലേക്ക് പോകാനോ താഴേക്ക് വീഴാനോ ഒക്കെ സാധ്യത വരുന്ന രീതിയിൽ വ്യത്യാസം വരുന്ന സ്കോർ വരാൻ സാധ്യതയുള്ളതും രണ്ടാമത്തെ പേപ്പറിലാണ്. അതിനെ കുറച്ച് കാണാതിരിക്കുക. പേപ്പർ 1 ബുദ്ധിമുട്ടുള്ള കുട്ടികളും അതിനുള്ള ശ്രമം നടത്തുമ്പോഴും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം വിഷയമാണെന്നുള്ളത് മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ സാറിന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക സ്റ്റഡി മെറ്റീരിയലോ അതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേക ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളോ അങ്ങനെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ? ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ കോച്ചിങ് അവൈലബിളാണ്. അത് കൂടുതലും നമ്മൾ പണം കൊടുത്ത് ഉപയോഗിക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഫ്രീ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽ അവൈലബിളാണ്. പക്ഷേ നമ്മളുടെ സബ്ജക്റ്റിലുള്ള, നമ്മുടെ വിഷയങ്ങളിലുള്ള സ്റ്റഡി മെറ്റീരിയൽ ഫ്രീ ആയി ലഭിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. NPTEL അതിൻ്റെ ഓൺലൈൻ കോഴ്സുകൾ, സബ്ജക്റ്റിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലുള്ള വിവിധ വിഷയങ്ങളിലുള്ള കോഴ്സുകൾ ഫ്രീ ആയി നമുക്ക് കേൾക്കാനും അതിൻ്റെ നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ സൗകര്യമുണ്ട്. NPTELൻ്റെ വെബ്സൈറ്റിൽ പോയാൽ വിഷയം തിരിച്ച് വിഷയത്തിൽ തന്നെ ഉപവിഷയങ്ങളാക്കിയും ഓരോ കോഴ്സുകളായിട്ടും അതിൻ്റെ സെഗ്മെൻറ്റായിട്ടും നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ തപ്പിയെടുത്ത് കേൾക്കാനുള്ള സൗകര്യമുണ്ട്. അതിന് രജിസ്റ്റർ ചെയ്യുകയോ, നേരത്തെ കഴിഞ്ഞ കോഴ്സുകളുടെ മെറ്റീരിയലാണ്, അത് രജിസ്റ്റർ ചെയ്യുകയോ പണമടയ്ക്കുകയോ ഒന്നും ആവശ്യമില്ല. അതൊരു വളരെ ഒതൻറ്റിക് ആയിട്ടുള്ള, ഫ്രീ ആയി അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സാണ് NPTEL. നേരത്തെ പറഞ്ഞ പോലെ സ്വകാര്യ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. അതിപ്പോൾ പേരെടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് ഓരോ വിദ്യാർത്ഥിയും അവരവരുടെ താല്പര്യപ്രകാരം ജോയിൻ ചെയ്യുകയും അതിൻ്റേതായ ഫീസ് ഉണ്ടാകും, അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് പക്ഷേ റെഗുലർ കോഴ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ അതിൽ ചേരുന്നത് അത്ര ആശാവഹമല്ല. അവരുടെ റെഗുലറായിട്ട് നടക്കുന്ന, ഇപ്പോൾ PG പഠിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ പഠനത്തിനൊപ്പം തന്നെ സ്വന്തമായി UGC അഥവാ CSIR നെറ്റിന് തയ്യാറെടുക്കുകയാണ് നല്ലത്. പഠനം കഴിഞ്ഞ്, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വീണ്ടും ഒരു UGC CSIR എക്സാം എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കോച്ചിങ്, ഓൺലൈനോ അതല്ലാത്തതായ കോച്ചിങ് സൗകര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റില്ല. അത് അവരെ കുറച്ചുകൂടെ ഇതിനു വേണ്ടി തയ്യാറെടുക്കാൻ സഹായിക്കും. അതില്ലാതെ തന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ്. കുറച്ചൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ, സ്ഥിരോത്സാഹം ഉണ്ടെങ്കിൽ കോച്ചിങ് ഇല്ലാതെ, പ്രത്യേകിച്ച് വേറൊരു സ്ഥലത്ത് ചേരാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയാണ് ഈ 2 എക്സാമുകൾ. അതുപോലെ സാർ, ഇപ്പം ഒരു എക്സാം കഴിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു തീവ്രതയെ പറ്റി അറിയുന്നത്. അത് എത്രത്തോളം ഡീപ്പാണ്, എത്രത്തോളം അത് സിമ്പിളാണെന്നുള്ള, ഏതൊക്കെ മേഖലയാണ് സിമ്പിളാണെന്നുള്ളൊരു കാര്യം. അപ്പം ഒരാളൊരു എക്സാം കഴിയുന്ന സമയത്ത് അയാൾ എങ്ങനെയാണ് സെൽഫ് വാലുവേറ്റ് ചെയ്യേണ്ടത്? സാറിൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കണം? അത് എക്സാം കഴിഞ്ഞാൽ ഒന്നാമത്തെ എല്ലാ PG വിദ്യാർത്ഥികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, 1-ാം വർഷം തന്നെ നമുക്ക് UGC CSIR എക്സാമുകൾ എഴുതാനുള്ള അവസരമുണ്ട്. 1-ാം വർഷ PG കഴിയുന്ന സമയത്ത് PG പഠനം പകുതിയായിട്ടുള്ളൂ. എന്നിരുന്നാലും ഒരു ശ്രമം എന്ന നിലയിൽ ഈ പരീക്ഷകൾ എഴുതി നോക്കുന്നത് നല്ലതായിരിക്കും. അതിനെക്കുറിച്ച് 2-ാം വർഷത്തിലെ ജൂണിലും 2-ാം വർഷത്തെ ഡിസംബറിലും എഴുതാൻ വേണ്ടി ഒരു തയ്യാറെടുപ്പ് എന്ന നിലയ്ക്കെങ്കിലും ആ ശ്രമത്തിനെ നമുക്ക് കാണാം. ചിലർ ആ സമയത്ത് തന്നെ ക്വാളിഫൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് അത്ര അസാധ്യമായിട്ടുള്ള കാര്യമല്ല. 1-ാം വർഷ വിദ്യാർത്ഥികളും പലപ്പോഴും UGC CSIR നെറ്റെല്ലാം ക്വാളിഫൈ ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
പരീക്ഷ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, അതിന് മറക്കരുത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയും നമ്മൾ ചെയ്ത ഉത്തരങ്ങളെല്ലാം ശരിയാണോ, തെറ്റിയെങ്കിൽ എവിടെയാണ് തെറ്റ് പറ്റിയത് എന്നുള്ളത് ആൻസർ കീ പബ്ലിഷ് ചെയ്യുമ്പോൾ അതുമായി ഒത്തുനോക്കി അതൊന്ന് അനലൈസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സ്വയം വിലയിരുത്തലിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതാണ്. അത് നമുക്ക് മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിനൊരു സൂചന തരും. അതൊന്ന്. 2, സമയം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനും ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻ ആ പരീക്ഷയിലെ നമ്മളുടെ മാനസികാവസ്ഥ നമ്മളോട് തന്നെ പറയും. സമയത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിയോ അല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മൾ എവിടെയാണ് ചിലവഴിക്കേണ്ടി വന്നത്, എങ്ങനെയുള്ള ചോദ്യങ്ങളിലാണ് നമ്മൾ തങ്ങി നിന്നുപോയത് എന്നൊക്കെ ഒന്ന് വിലയിരുത്താൻ ഈ പരീക്ഷ നേരത്തെ എഴുതുന്നത് സഹായിക്കും. അതുകൊണ്ട് 1ാം വർഷ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് എഴുതണം. തയ്യാറെടുത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും കുറഞ്ഞ പക്ഷം ഒരു എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളൊരു ധാരണയെങ്കിലും ഈ അവസരം നിങ്ങൾക്ക് തരും. അതുകൊണ്ട് അത് തീർച്ചയായും ശ്രമിക്കണമെന്നാണ് 1ാം വർഷ PG വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഡിസംബർ സൈക്കിളിനോടൊക്കെ നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് സാറിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുകയാണോ വേണ്ടത്, അതോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിന് തന്നെ കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് പഠിക്കുകയാണോ, എങ്ങനെയാണ്? ഒരു ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിക്ക് ബൈ നൗ ഇത്രയും കാലത്തെ പഠനത്തിൽ നിന്ന് ഓരോരുത്തർക്കും അവരുടേതായ ചില പ്രിഫറൻസുകൾ ഉണ്ടാവും. അത് എങ്ങനെയാണ് എന്ന് അയാൾക്ക് തന്നെ ഒരു ധാരണ വന്നിട്ടുണ്ടാവേണ്ടതാണ്. പലരും പല രീതിയിലാണ് പരീക്ഷകളെ അപ്രോച്ച് ചെയ്യാറ്. ചിലർ വളരെ നേരത്തെ പഠിച്ച് പരീക്ഷയോട് അടുക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിനെ ശാന്തമായി വിടുന്നവരുണ്ട്. ചിലർ പരീക്ഷ അടുക്കുമ്പോൾ വളരെ വിഗറസായിട്ട് പഠിക്കുന്നവരുണ്ട്. രണ്ടാമതുള്ള കാറ്റഗറിയാണ് കൂടുതൽ എന്ന് തോന്നുന്നു. അപ്പോൾ പരീക്ഷ അടുക്കുമ്പോൾ കാര്യമായി പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് അവർ സ്വന്തം വീക്ക്നെസ് എന്താണ് അല്ലെങ്കിൽ സ്വന്തം സ്ട്രെങ്ത് എന്താണെന്നൊന്ന് തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് സ്വന്തം വിഷയത്തിലെ പേപ്പറിലാണ് തോന്നുന്നതെങ്കിൽ കൂടുതൽ സമയം അതിന് കൊടുക്കണം. ചിലർ 1ാമത്തെ പേപ്പറിൽ പാർട്ട് എ പേപ്പറുകൾ വലിയ ബുദ്ധിമുട്ടില്ല എന്ന് തോന്നുന്നവർ ഒരുപാട് പേരുണ്ടാവും. ഒരു സ്ഥിരമായി പത്രം വായിക്കുകയോ ലോജിക്കൽ റീസണിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നാച്ചുറൽ ഫ്ലെയർ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ അതിന് ഒരുപാട് സമയം കൊടുക്കേണ്ടി വരില്ല. അങ്ങനെയുള്ളവർ കൂടുതൽ സമയം സ്വന്തം വിഷയത്തിലേക്ക് തയ്യാറെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അല്ലാത്തവർ പാർട്ട് എന് കൂടുതൽ സമയം ചിലവാക്കാൻ നോക്കുക. കാരണം പാർട്ട് എയിലെ പലപ്പോഴും സംഭവിക്കുന്നത് വളരെ എളുപ്പം കിട്ടാവുന്ന മാർക്കുകൾ പാർട്ട് എയിലും ഒളിഞ്ഞു കിടക്കാറുണ്ട്. കുറച്ചൊന്ന് നമുക്കൊരു പൊതുവിജ്ഞാനമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അതിൽ സബ്ജക്റ്റിൽ കുറച്ച് പുറകോട്ടുള്ളവരും പലപ്പോഴും പാർട്ട് എയിലെ പെർഫോമൻസ് കൊണ്ട് ഉയർന്ന റാങ്കുകളിലേക്ക് കയറി വരുന്ന സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ചോദ്യം ആക്ച്വലി നമ്മൾ സ്വയമായിട്ടാണ് ചോദിക്കേണ്ടത്. എവിടെയാണ് എനിക്ക് പോരായ്മകളുള്ളത്, ആ പോരായ്മകളുള്ള സ്ഥലത്തൊക്കെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് പരീക്ഷയോട് അടുക്കും തോറും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള തുടക്കം മുതലുള്ള ഒരു പ്രയത്നം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എന്ന് വെച്ച് ഇനിയുള്ള ദിവസങ്ങൾ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കരുത്. കൂടുതലും വിഷയത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ജനറലായിട്ട് പറയാനുള്ളത്. സാർ, അതേപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറാറുണ്ട് മിക്ക കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും. നിലവിൽ UGC നെറ്റിന് ഇതുവരെയായിട്ടും നെഗറ്റീവ് മാർക്ക് വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നെഗറ്റീവ് മാർക്ക് ഇല്ലെങ്കിൽ പോലും ആൻസേഴ്സ് ചെയ്യാൻ, ഉത്തരം അറിയില്ല എന്നിരുന്നാൽ പോലും ആൻസേഴ്സ് ചെയ്യാൻ പലരും മടിക്കുന്നുണ്ട്. അതൊരു ഗസ് എന്നുള്ള രീതിയിൽ ആൻസേഴ്സ് ചെയ്യാൻ പോലും മടിക്കുന്നുണ്ട്. അപ്പം ഇതിനോടൊരു അപ്രോച്ച് എങ്ങനെയാണ്? നെഗറ്റീവ് മാർക്ക് ഇല്ലെങ്കിൽ ഗസ് ചെയ്യുന്നതിൽ യാതൊരു അപകടവുമില്ല. ഇൻഫാക്ട് ശരിയാവാനുള്ളൊരു ചെറിയ സാധ്യത അവിടെ നിലനിൽക്കുന്നു. തെറ്റായാൽ നമുക്ക് നഷ്ടമൊന്നും വരാനില്ല. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത പരീക്ഷകളാണെങ്കിൽ തീർച്ചയായും ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് എന്നുള്ള അപ്രോച്ച് ഉപയോഗിക്കുക തന്നെ വേണം. നെഗറ്റീവ് മാർക്കുള്ള CSIR എക്സാമിൽ നെഗറ്റീവ് മാർക്കുണ്ട്. നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷകളിൽ എഡ്യൂക്കേറ്റഡ് ഗസ് വളരെ കുറച്ചേ ചെയ്യാവൂ. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ചില അവസരങ്ങളിൽ ചെയ്യാം. ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു അപ്രോച്ച് എലിമിനേഷനാണ്. 4 ചോയ്സാണ് ഉള്ളതെങ്കിൽ സാധാരണ രീതിയിൽ 2 ചോയ്സ് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്യുന്ന ഒരു ഫിലോസഫി അങ്ങനെയാണ്. പക്ഷേ 2 ചോയ്സ് വളരെ തമ്മിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള, കുറച്ച് എഫർട്ട് വേണ്ടി വരുന്ന രീതിയിൽ മാറി നിൽക്കും.
നമ്മൾ അവിടം വരെ എത്തി. അവസാനത്തെ 2 ചോയ്സിൽ നമുക്ക് ഒരെണ്ണത്തിന് വളരെയധികം വെയിറ്റേജ് കൊടുക്കാൻ തോന്നുന്ന ഒരു നോളജ് നമുക്കുണ്ടെങ്കിൽ ഗസ് ചെയ്യുന്നതിൽ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അത് വളരെ ശക്തമായ ഒരു എന്താ പറയുക, അറിവിൻ്റെ പിൻബലത്തോടുകൂടിയാണ് ചെയ്യാൻ. കണ്ണുടച്ചുള്ള ഗസ്സല്ല ഉദ്ദേശിച്ചത്. തീരെ പരിചയമില്ലാത്ത 4 ഓപ്ഷനും ഈക്വലി പോസിബിൾ ആണെന്ന് തോന്നുന്ന ഒരു ചോദ്യത്തിന് ഗസ് ചെയ്യുന്നത് മണ്ടത്തരമായിരിക്കും. അവിടെ തെറ്റാനാണ് സാധ്യത കൂടുതൽ. തെറ്റിയാൽ നെഗറ്റീവ് മാർക്ക് കിട്ടും. നേരത്തെ ശരിയായ ഒരെണ്ണത്തിൽ നിന്ന് ഒരു ഭാഗം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കണ്ണുമടച്ചുള്ള ഈ ഗസ്സിങ് നെഗറ്റീവ് മാർക്കുള്ളിടത്ത് ഉള്ള എക്സാമുകളിൽ ഒഴിവാക്കുക. ഒരു 3 ഉത്തരങ്ങൾ അല്ലെങ്കിൽ 2.5 ഉത്തരങ്ങൾ തെറ്റാണ് എന്ന് ഉറപ്പ് വന്നാൽ ഗസ്സിലേക്ക് കടക്കുന്നതിൽ വലിയ അപകടമില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും ചില ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ, വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ. ആ രീതിയിൽ വളരെ കുറച്ചൊക്കെ മാത്രം സംശയത്തിൻ്റെ ഒരു ആനുകൂല്യമൊക്കെ നമുക്ക് കുറച്ച് ചോദ്യങ്ങളിൽ ഉപയോഗിക്കാം എന്നേ ഉള്ളൂ. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത വിഷയങ്ങളിൽ എല്ലാ ചോദ്യവും നിർബന്ധമായും അറ്റംപ്റ്റ് ചെയ്യുകയാണ് ഏറ്റവും ബുദ്ധിപരമായ നീക്കം. അപ്പോൾ ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് സാറിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ടോ? ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്കുള്ള നിർദ്ദേശങ്ങളാണ്. അതിൻ്റെ കൂടെ 2ാം വർഷ വിദ്യാർത്ഥികളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അവനവൻ്റെ വിഷയങ്ങളിൽ നിങ്ങൾ ഇത്രയും കാലം കേട്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡൊമൈനാണത്. അത് ഒന്നുകൂടെ ആഴത്തിൽ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് എഫർട്ടില്ലാതെ കുറേ കാര്യങ്ങൾ ഓൾറെഡി അറിയാമായിരിക്കും. അതിനെ ഒന്നുകൂടെ ആഴത്തിൽ വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളോ സ്റ്റഡി മെറ്റീരിയൽസോ എടുത്തൊന്ന് തയ്യാറെടുക്കുക. പാർട്ട് എ കഴിഞ്ഞ വർഷങ്ങളിലെ പേപ്പറുകളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും പാർട്ട് എ പേപ്പറിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന്. അതിൽ നിങ്ങൾക്ക് വീക്കാണെന്ന് തോന്നുന്ന ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കുക. UGC പരീക്ഷയാണെങ്കിൽ ഈ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, അതിനെ എഡ്യൂക്കേഷൻ എന്ന സെക്ഷനിലുള്ള ബുക്കുകൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തൊന്ന് വായിച്ചു നോക്കുക. ആ ഭാഗം മാത്രം, എഡ്യൂക്കേഷൻ എന്ന വിഷയം മുഴുവൻ വായിച്ച് പഠിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ ടൈറ്റിലുള്ള ഭാഗങ്ങൾ മാത്രം. ഇത്രയും ചെയ്താൽ പരീക്ഷ ആത്മവിശ്വാസത്തോടെ നേടാൻ പറ്റുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ എത്തേണ്ടതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ അവസരം നമ്മളുടെ കൈവിട്ട് പോവുകയാണെങ്കിൽ ഇതിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ വെച്ചുകൊണ്ട് അടുത്ത എക്സാമിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഒരു നയം. അത്രയാണ് ഈ പരീക്ഷ അടുത്ത സ്ഥിതിക്ക് പറയാനുള്ളത്. ഇതൊരു സഹായകരമായ നിർദ്ദേശമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു, ഇറ്റ് വാസ് മൈ പ്ലഷർ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കട്ടെ, നല്ല രീതിയിൽ നെറ്റ് എക്സാമിന് സമീപിക്കാനും സാധിക്കട്ടെ. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മറ്റ് വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് അമൽജിത്ത് ആൻഡ് അഞ്ജന. EJU CU